ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സർദോസി വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. സർ എന്നാൽ ഗോൾഡ്, ദോസി എന്നാൽ എംബ്രോയ്ഡറി. അപ്പോൾ ഇതാണ് സർദോസി കേട്ടോ. സാധാരണ മിഷ്യൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്പർ 12 സൂചി വെച്ചിട്ടാണ് ഇതിൽ കോർത്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് സർദോസി. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പ്രിങ് മോഡലാണ് കേട്ടോ. ഇതിങ്ങനെ വലിക്കും, ഇതിങ്ങനെ വലിഞ്ഞു പോരും. അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വലിഞ്ഞു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ വലുപ്പത്തിലായിട്ട് ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സർദോസി വിത്ത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇത് വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സർദോസി അതിനകത്ത് കോർത്തെടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരു വലിപ്പം കണ്ടിട്ട് അത് നമ്മൾ എവിടെയാണോ ആ വലിപ്പം അവസാനിക്കുന്നത് അതിലേക്ക് തന്നെ സൂചി താഴ്ത്തി കൊടുക്കുക. കറക്റ്റായിട്ട് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ പൊന്തിച്ചെടുക്കുന്നത് ആ സർദോസിയുടെ സെൻറ്റർ ഭാഗം വരുന്ന സ്ഥലത്തേക്ക് മുകളിലേക്കാണ് പൊന്തിച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ പൊന്തിച്ചെടുത്തിട്ടുണ്ട്. പൊന്തിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു സർദോസി നമ്മൾ കോർത്തെടുക്കേണ്ട. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ സൂചി ഇറക്കേണ്ടത് അവിടേക്ക് തന്നെ സൂചി ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വലിപ്പത്തിലാണ് നമ്മൾ സൂചി ഇറക്കി കൊടുക്കുന്നത്. എത്രത്തോളം നമ്മൾ സർദോസി എടുത്തിട്ടുണ്ട് അത് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ തന്നെ നമ്മൾ കുത്തി താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പൊന്തിച്ചെടുക്കുന്നത് നമ്മൾ ചെയ്തതിൻ്റെ മുകളിലേക്ക് സെൻറ്റർ ഭാഗമായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ സൂചി പൊന്തിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു സർദോസി കോർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റിച്ച് ബോർഡ് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് നമ്മൾ സൂചി താഴേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കെട്ടിടുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കെട്ടിട്ട് കൊടുക്കണേ കേട്ടോ. ഇനി നമുക്ക് കെട്ടിട്ടതിന് ശേഷം ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് കാണിക്കുന്നത്. നമുക്ക് പൂക്കളായാലും ഇലകളായാലും ഏത് വേണമെങ്കിലും നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ച് കാണിക്കുന്നത് അതാണ് കൂടുതൽ എളുപ്പവും ഭംഗിയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.